തരിപ്പാ ആ നടന്നോ ജോസൂട്ടി ഒന്ന് ജോസൂട്ടി ഒന്ന് വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ ടർഫ് അടിച്ചെടുക്കണ്ട. ഇത് ഞങ്ങൾക്കല്ലേ പണിയായത്. അതെന്താ ഞാൻ കാര്യം പറ്റേ അവര് ടർഫ് എന്തായാലും വിളിച്ചെടുക്കാൻ പറ്റും. അതെന്താ 2 വിളിക്കാലോ? ഇല്ല ഒരെണ്ണം അവര് ഹോൾഡിംഗ് അല്ലേ, അപ്പൊ അവർ ഒരെണ്ണേ വിളിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? ഒരെണ്ണം ഹോൾഡിംഗ് ആണോ അവര്? അവരേലല്ലേ മറ്റേ ഇതിരിക്കുന്ന ഏതായിരുന്നു? ഡേവിസ്. ഡേവിസ് അവരേലും ഇരിക്കുന്നേ. അല്ല ഡേവിസ് പോയെന്ന് തോന്നുന്നു കെവിയുടെ കയ്യിന്ന്. ഡേവിസ് ആരുണ്ട് പോയെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ആണോ? എന്നാ എനിക്കറിയില്ല. അങ്ങനെയാണ് നിങ്ങൾ ആട്ടേണ്ടി വരും കേട്ടോ. ഡേവിസ് പോയില്ലേ? നിങ്ങളൊരു ടർഫ് പോയി ഹോൾഡിംഗ് കാർലോ ഡേവിസ് കയ്യിലുണ്ടല്ലോ നിങ്ങളുടെ. ഓൾ ഗുഡ് എന്തൊക്കെയാ ജോസുട്ടി പറയുന്നത്? ഡേവിസ് ഉണ്ട് അവരുടെ കയ്യില്. അതല്ലേ ഞാനും പറഞ്ഞു ഡേവിസ് ഹോൾഡിംഗ് ആണെന്ന്. ഇത് നമ്മൾ ആകെ കൺഫ്യൂഷൻ ഇല്ല. ഞാൻ പറയട്ടെ. അപ്പൊ നിങ്ങളുടെ എത്ര കാർഡുണ്ട്? നിങ്ങൾ ഏതാ വിളിക്കാൻ പോണേ? ഞാൻ കാര്യം പറ്റേ, ഞാൻ കുറച്ച് കാർഡ് കടം മേടിച്ചിട്ടാണ് വിളിക്കാൻ പോണത്. അത് ഏതാ വിളിക്കാൻ പോണത്? ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് 2 ഉണ്ട്. അതുകൊണ്ട് എന്നോട് പറയാം, ധൈര്യമായിട്ട് പറയാം. ഞാൻ ഒന്നെങ്കില് നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആണ് ഒരാട്ടം. കാർഡ് എന്റെ അടുത്ത് തന്നെ ചോദിക്കണല്ലേ? അല്ലെ ഞാനൊരു കാര്യം പറ്റേ അസു, ഇതിപ്പോ എന്താ കഴിഞ്ഞാല് ഈ ടിവിയും മറ്റേ നിങ്ങൾ വേറെ കൂടെ ഉണ്ടല്ലോ, ഏതാണ്? റാഞ്ചോയും ഈസ്റ്റ്. ഇതൊന്നും ഇവ ആരും വിളിക്കാൻ പോകും. ഇവന്മാരൊക്കെ മറ്റേ സൈഫറൊക്കെ നോക്കി വിളിച്ചേക്കുന്ന നമ്മളെ വിളിക്കണ്ടേ? അത് ശരിയാ. പോയി പോവില്ലേ? അത് ശരിയാ. ബാക്കി ചോദിച്ചിട്ടുണ്ട്. കേവിക്ക് എന്തായാലും വിളിക്കാൻ പറ്റും. ബാക്കിയുള്ള നമ്മൾ അടിച്ചോളാം. അങ്ങ് മറക്കാൻ വരാം. ഇതൊക്കെ ഇവിടെ ഉള്ളേ ഇല്ലേ, അമ്മ പിന്നെ കൊടുക്കാം. പിന്നല്ല എവിടെയായിരുന്നു? അതാ വന്നു കാർലോടെ കാർഡ് 36 കാർഡോടെ കൂട്ടി വിളിച്ചോ കേട്ടാ. എങ്ങനെ കേട്ടില്ല? കാർലോടെ കാർഡും 36 കാർഡും കണക്ക് 37 ഷെയ്ക്ക് തോന്നിക്കുന്നു. ഷെയ്ക്ക് ഒന്ന് വന്നേ. ഷെയ്ക്ക് ഒന്ന് വന്നേ. ഷെയ്ക്ക് ഒരു 10 കാർഡ് കടന്നാ. അതാ പറഞ്ഞ മാക്ക് കണ്ടില്ല, ഫ്രണ്ട് പോയിരിക്കുന്നുണ്ട്. അതാ വരുന്നു, ഓടി വരുന്നു. ഒറ്റ കാർഡ് പോലും ഇല്ല. കാർഡൊക്കെ എന്ത് ചെയ്തു നിങ്ങള്? നമ്മള് ഒരാഴ്ച ലീവിന് പോയല്ലോ സസ്പെൻഷനില്. അതൊക്കെ ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് മാക്ക് ഓൾറെഡി പർച്ചേസ് ചെയ്ത് ഇതിന്റെ അകത്ത് വെച്ചു, ലോക്കറിന്റെ അകത്ത്. പക്ഷെ അത് എക്സ്പയർ ആയി പോയി. അതാവില്ലായിരുന്നു മാക്കിന്. എക്സ്പയർ ആവാനുള്ള സാമാന്യ ബോധം പോലും ഇല്ല ഇത്. എത്ര കാർഡ് കൊണ്ട് കളഞ്ഞു? 50 60 എടുത്ത് കൊണ്ടുപോയതാണോ അറിയില്ല. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ശരിക്കും ഇതിനൊരു എക്സ്പീരിയൻസ് ഒരാഴ്ചയാണ് ഇതിന്റെ വാല്യൂ. ഇവിടെ വെച്ചൊരു കയ്യാങ്കളി വേണ്ട അണ്ണാ. പ്രശ്നമല്ലടാ, നമ്മള് കാർഡിനെ പറ്റി അത് അങ്ങനെ ഒരു ഇതെന്ത് ചെയ്യോ? പുറത്ത് ഗവൺമെന്റിനോട് സംസാരിച്ച് നമുക്ക് ഗവൺമെന്റിനോട് സംസാരിച്ച ഗവൺമെന്റ് നല്ല താറ്റ് തറ്റും, അല്ലാതെ ഒന്നും നടക്കാൻ പോലുള്ള. ഇത് എക്സ്പീരിയൻസ് റേറ്റ് ഉണ്ട് ഇതിന്. അല്ല ഇത് പൈസ കൊടുത്താ കിട്ടണാണോ? അപ്പൊ അങ്ങനെയെങ്കിലും കിട്ടൂല. അല്ല മാക്ക് ഞാൻ ചോദിക്കട്ടെ, നീ ഇത് നമ്മുടെ കാർഡില്ല അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ ഫ്രണ്ട് സീറ്റിൽ തന്നെ പോയിരുന്നേ? അതുകൊണ്ട് ചുമ്മാ ഇരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം അപ്പാപ്പൻ എവിടെയോ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടില്ലെങ്കിൽ പണി എന്ത്, അതുകൊണ്ടാ വെളി ഫ്രണ്ടിൽ പോയിരുന്നത്. വന്നില്ലെങ്കിൽ പണി കിട്ടുമല്ലോ.
കാറിലൊന്നും ചോദിച്ചു നോക്കാമല്ലേ? കാറിലൊക്കെ കടത്തില്ല. കാറിലൊക്കെ ഞങ്ങള് നമ്മൾ എത്ര അപ്പാ കൊടുക്കുള്ളൂ? 49 കാടോ 54 കാടൊന്നും ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ 37 ഉള്ളൂ. 54 കാർഡ് ഇനി അങ്ങോട്ട് കൊടുക്കാനാണ് കാറിലൊക്കെ. ഞങ്ങൾക്ക് കൊടുക്കാറുണ്ട്. കാരണം ഞങ്ങൾക്ക് ടർഫിലായിരുന്ന സമയത്ത് ഞങ്ങൾ ആ ടർഫ് വെച്ചാ മേടിച്ചത്. അതിലൊരു രാശിയുള്ളത് ഞങ്ങൾക്ക് 2 ടർഫ് കിട്ടി. പക്ഷെ ഇനി ഞങ്ങൾ അവർക്ക് ടർഫ് വിളിക്കാൻ നമ്മൾ കൊടുക്കണം. ഇല്ല 37 ഉള്ളു കയ്യിൽ. അതല്ലേ 10 ഷേക്കിനോട് കടം ചോദിക്കാൻ വന്നത് ഞാൻ. ഇല്ല, ഞാൻ പറയുമ്പോ ആരെയും വിളിക്കാത്തവരുണ്ടോ ഒന്ന് അനൗൺസ് ചെയ്ത് നോക്കാം പാപ്പ. ഇവിടെ ആരെങ്കിലും വിളിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് പൈസ കൊണ്ട് മേടിക്കാം. ആ 40K കമ്പാറിന് വേണ്ടി സർവത്ത് മേടിച്ചു കൊടുത്താൽ മതി. കേവേക്ക് ടർഫ് കിട്ടിയോന്ന് ചോദിച്ചു നോക്കട്ടെ. കേവേക്ക് ടർഫ് കിട്ടിയില്ലേ? വാങ്ങിച്ചിട്ട് വന്നു നോക്കട്ടെ. ഒരു മിനിറ്റ്. ജൂനിയർ പാപ്പ ടർഫ് മേടിച്ചോ? 30 കിട്ടിയോ? നിങ്ങൾക്ക് ഒരെണ്ണല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. 30 കാർലോ അപ്പൊ അടുത്ത ആഴ്ച തന്നാ പോരെ? മതി. അപ്പൊ ഷേക്ക് ഒരു 36 കാർഡ് 37 കാർഡ് വേണം. ഞാൻ തരണം തിരിച്ചു തരണം. ഓക്കെ, അതാ 37 കാർഡിന് നിങ്ങൾ ഏതാന്ന് വെച്ചാ വിളിച്ചോ. കാർഡ് കൊടുക്കണമായിരുന്നല്ലേ? എടാ ഞാൻ ഓർത്തില്ലടാ. അയ്യോ, ഇനി അവരോട് പറയുകയും ചെയ്ത് ഇനി ഞാൻ എങ്ങനെ നോ പറയും? എടാ ഞാനത് ഓർത്തില്ലടാ. എന്നെ 1 സെക്കൻഡ് ഓർമ്മിച്ചായിരുന്നു പറഞ്ഞത്. അയ്യോ, ടിജെക്ക് കിട്ടുമോ നോക്കട്ടെ. ടിജെക്ക് കേവേ കൊടുക്കും. കൊള്ളന്മാര് നമുക്കിട്ടാണല്ലോ വച്ചമ്പി. ഹലോ ബ്രോ, ഇത് നമ്മള് കാർഡ് കൊടുത്ത് അവര് മടി ട്രക്ക് വിളിക്കും. നേരെ വന്ന് വടി കൊടുത്ത് അടി വാങ്ങുന്നത് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു രസമല്ലേ പാപ്പ? നമുക്ക് തിരിച്ചടിച്ചെടുക്കാലോ. അടിച്ചെടുത്താ അത്ര കോമ്പറ്റീഷൻ ഒക്കെ വരട്ടെ. രസമല്ലേ? അതാണ് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അതെ, നമ്മുടെ കോഹ്ലിയുടെ ഒറ്റയ്ക്ക് സംസാരിക്കണം നമുക്ക്. ഹലോ ഹലോ ദേവകുട്ടി പറഞ്ഞോ. ഞാനത് വാസുണ്ണ എന്തോ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മില്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനിവിടെ വന്നതേ ഉള്ളൂ. ഓ കുഴപ്പമില്ല. ഞാൻ ചന്ദ്രനെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മുടെ അവര് ക്യൂവിൽ നിൽക്കും. അവര് കേറി കഴിഞ്ഞാൽ നമുക്ക് പ്രീവാറും വേറായിട്ട് തന്നെ പോഞ്ഞൊരു ഫോൾവിങ് വേണ്ട. അവർക്കും വേടടിക്കും. അങ്ങനെ പോട്ടെ ദേവകുട്ടി. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും അവര് ക്യൂല എല്ലാരും 100 ക്യൂലൊക്കെയാണ് കിടക്കുന്നത്. അതാണ് ലേറ്റ് ആവുന്നത്. അവര് കേറി കഴിഞ്ഞാൽ പറയാം. താങ്ക് യു വാസുണ്ണ. താങ്ക് യു. ഗാന്ധിജി സ്വപ്നം കണ്ട സിറ്റ് ചെയ്ത് സത്യമല്ലേ? നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാം. കാരണം അത് ഇന്നും കൂടെ ഉള്ളൂ ആ പോയിന്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇന്നൂടെ ഉള്ള കാർഡ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായോ? റീസെറ്റ് ആവും മൊത്തം. പുതിയതായിട്ട് നിങ്ങൾ ആദ്യം തൊട്ട് ലോയൽറ്റി പോയിന്റ് കയറ്റേണ്ടി വരും. ഇന്നൂടെ ഉള്ളത് ഇത് ലോയൽറ്റി പോയിന്റ് ഇന്നൂടെ ഉള്ളു. അപ്പൊ പിന്നെ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യുന്നതിന് അവര് വിളിക്കട്ടെ. നമ്മള് മണി ട്രിപ്പ് വിളിച്ചോട്ടെ. കുഴപ്പമൊന്നുമില്ല, കളിക്കാം നമുക്ക്. വീണ്ടും ലോയൽറ്റി പോയിന്റ് അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങണം. അപ്പം നിങ്ങൾക്ക് either ഇന്ന് ഓപ്ഷൻ വിളിച്ചെടുത്ത് നിങ്ങളുടെ പോയിന്റ് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ ലോയൽറ്റി ഷോപ്പിൽ നിങ്ങൾക്ക് അറിയാവുന്ന പിന്നെ റിട്ടേണബിൾ അല്ല. കാർഡ് എവിടുന്ന മേടിക്കുന്നേ? ഇവിടുന്ന അടുത്ത വിളിച്ചോ. അടുത്ത ഓപ്ഷൻ പറഞ്ഞു. രണ്ട് കാർഡുണ്ട് കാണോ? അടുത്ത ടർഫ് ഡേവിസ് ആണ്. കെവി ആണ് കോൾ ചെയ്യുന്നത്. ഡേവിസ് പോയിന്റ് സ്റ്റാർട്ട് ഫ്രം 10. അതൊക്കെയാണോ?
വിളിച്ചിരിക്കുന്നത് ഡേവിസ്. AVP 20 ഡേവിസ് KV ആണ് ഹോൾഡ് ചെയ്യുന്നത്. അയ്യോ എന്തോ കേട്ടില്ല. കിട്ടിയോ? രണ്ടെണ്ണം കിട്ടിയാ? 25 KVP 30 വിളിച്ചിരിക്കുന്നു. KVP 30 39 കാർഡുണ്ട് ടോട്ടല്. എന്തായാലും ഇത് തീരും. അപ്പൊ പിന്നെ നമുക്ക് വേറെ വഴിയില്ല. വീട്ടുകള് ഓൾ ദ ബെസ്റ്റ്. അതിൽ 2 കാർഡ് ജോസ് കുട്ടി തന്നതാണേ. അയ്യോ നമുക്കാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വാങ്ങിയത്. അയ്യോ അല്ലല്ല, എനിക്കാന്ന് പറഞ്ഞു തന്നതാ. കുഴപ്പമില്ല. നമുക്കാണ് ചിലപ്പോ തരില്ലായിരുന്നു. ഓക്കെ 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 ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ്. എന്തൊക്കെയല്ല നടക്കാൻ സിറ്റിയില് എന്റെ അള്ളേ. ഡേവിസ് ആണ് KV ആണ് ഹോൾഡ് ചെയ്യുന്നത്. നമുക്കാ പറഞ്ഞ തരൂല്ലെന്ന്. നമ്മുടെ കോഹ്ലി ഇടുന്നത് എവിടെയോ പോയി വള്ളി എന്തോ പിടിക്കുവോ കേട്ടാ. കത്തി ഒരു മൂച്ചാ കത്തി കൊണ്ട് നടക്കുന്നുണ്ട് അത് വഴി. വിളിച്ചു പിന്നെ വേറെ ഏതാ വിളിച്ചത്? ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്ന തന്നോടത്ത് കാർഡല്ല, അവർക്ക് കാർഡ് എടുത്ത് കൊടുത്ത്. കാർഡായിട്ടാണോ കൊടുത്തേ? ആർക്കാ? MRCക്ക് കാർഡായിട്ട് കൊടുത്ത്. കാർഡായിട്ട് കൊടുത്ത്. നിങ്ങക്ക് വേണമായിരുന്നാ? കാർഡായിട്ട് കൊടുക്കണ്ടായിരുന്നു. പോയിന്റ് വെച്ചൊരു 10 ഗണ്ണിങ് മേടിക്കായിരുന്നു. പോയിന്റ് കൊടുക്കാൻ പറ്റത്തില്ല ജോഡി. സാധനം വാങ്ങി തരാനല്ലേ പറ്റത്തുള്ളൂ. അല്ല പോയിന്റ് ബണ്ടിൽ ഞാൻ മേടിക്കാം. കാര്യം പോയി തിരിച്ചു മേടിച്ചിട്ട് വാറാക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്റെ കാർഡ് കാണാതൊക്കെ പറഞ്ഞു പോയി അടിയുണ്ടാക്കട്ടെ അവിടെ. പോയിന്റ് അങ്ങ് ചോദിക്കും. കാർഡായിട്ട് ചോദിക്കണ്ട. എന്തൊക്കെയാണ് കണ്ണാപ്പി വേണം. കണ്ണാപ്പി വേണം എന്നാ. അത് കറക്റ്റ് അത് കറക്റ്റ് അത് കറക്റ്റ്. എന്താ എന്താ പപ്പ? നമുക്കിപ്പോ പ്രീവാറുണ്ട് വാസവനെ. ആ പ്രീവാർ അവർക്ക് അവരുടെ സിറ്റിയിൽ ആൾക്കാർ അവരുടെ ക്യൂലാണെന്നേ ദേവ്കുട്ടി വിളിച്ചായിരുന്നേ. ദേവ്കുട്ടി നാളത്തേക്ക് മാറ്റാൻ പാടോ? അയ്യോ അതില്ല, നാളത്തേക്കൊന്നും മാറ്റാ പപ്പ, ഇന്നത്തേക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ. കത്തല് പോക്കര് കാർലവരും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ദേവിയില് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഡെവലപ്പേഴ്സ് രാപ്പകലില്ലാതെ പണിയെടുത്ത് എന്തോ ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ ഇരുന്ന് മാസ് അടിച്ച് ദേവി അത് ഒന്നും പ്രത്യേകിച്ച് ഞാൻ തത്സമയമുള്ള സമയത്ത് ഞാനിപ്പോ അവന് വേണ്ടിയുള്ള ഡീൽ എന്താണെന്ന് അറിയോ? ഈ മാസത്തെ സ്ട്രീം കൂടെ കഴിഞ്ഞിട്ട് അവന്റെ കൂടെ 1 മാസം പോയി താമസിക്കാന്നാണ് പറഞ്ഞേക്കണേ. എന്നിട്ടാണ് അല്ല ഇതൊക്കെ വേറെ കാര്യം പറഞ്ഞല്ലോ. ആളെ കിട്ടി. അതാര്? പിള്ളേർ ഓരോന്ന് ഡെവലപ്പ് ചെയ്ത് വെക്കോ. ഇങ്ങനെ ഓരോന്നെടുത്ത് വെച്ച് രാത്രിയാകുമ്പോ 2 പെഗ് അടിച്ചു വന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് കാണിക്കും. ഞാൻ വെള്ളം കൈകൊണ്ട് പോലെ തൊടാറില്ല. ഡയറക്റ്റ് ഗ്ലാസ്സിൽ വെച്ചല്ലേ കുടിക്കണം. കൈ കൊണ്ടുവരുന്ന ആവശ്യമില്ലല്ലോ. പറഞ്ഞപ്പോ ഒരു വേരിയേഷൻ PL 2-6 അല്ലേ? ഞാൻ പറയട്ടെ, പറഞ്ഞോളപ്പോ ഒരു കുഴപ്പമില്ല. 2-10 എനിക്ക് പെട്ടെന്ന് PL. അയ്യോ ചെറുതായിട്ട് പിക്കത്ത് കൂടി വന്നിട്ട് നമുക്ക് പോയാലോ? ഓ ഈ ടോപ്പിക്കേ വിടാം. അപ്പൊ ശരിക്കും പോയിട്ട് വരാം. ബൈ ബൈ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ഓക്കെ പോയിട്ട് വരാം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ 46 നമ്മുടെ KVന്റെ ആവശ്യം വന്നില്ല നമുക്ക്. 8-38-46 കറക്റ്റ് അല്ലേ? അല്ല നിങ്ങൾക്ക് 2 ടർഫ് ഓൾറെഡി ഇല്ലേ? നമുക്ക് വിളിക്കാൻ പറ്റില്ല. അത് മനസ്സിലായില്ലേ? ഇനിയാണ് നമ്മൾ ഡീലിലോട്ട് കടക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ 38 കാർഡുകൾ നമ്മൾ തന്നല്ലോ. അപ്പൊ ഇനി ഒരു കാർഡിന് ഒരു 10 CR വെച്ചിട്ട് 38 കാർഡിന് ഒരു 380 CR. നിങ്ങൾ TV അപ്പാപ്പനായിട്ട് സംസാരിക്കും. ബ്രാവ് ആയിട്ട് അല്ല, ഞാൻ TV അപ്പാപ്പനായിട്ടാണ് സംസാരിക്കുന്നത്. അല്ലല്ല TV അപ്പാപ്പ എന്റെ അടുത്ത് സംസാരിക്കാറ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പൊ സമാധാനത്തിൽ ലവ് ഫ്രം MRC എന്നൊക്കെ വന്നു. അതിപ്പോ മാറി കൊട്ടവാസു എന്നൊക്കെ പറഞ്ഞു വരും. അതിന് അവര് ടർഫ് അടിക്കേണ്ട ഒരു അപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ.
ഇനി അമ്മാരുടെ പൈസയും കൂടെ മേടിച്ചിട്ട് വേണം ബാക്കി. മൈക്ക് മാറി കിടക്കുവാന്നോ? അതല്ല അല്ല ഈ മൈക്കിൽ എനിക്ക് ഇത്രേ ഉള്ളു. ഇല്ല അതവിടെ വണ്ടി വാ 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 വണ്ടിതാ